ഹലോ ഗായ്സ്, അപ്പോൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് വെഡ്ഡിങ് ഈവെന്റ് വ്ളോഗാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ. കണ്ണാ നീ കരയോ അക്ഷയ പോകുമ്പോ? ഉറപ്പാണല്ലോ. എവിടെ ഇത് നോക്കി പറയോ, ക്യാമറ നോക്കി പറയോ? മോർണിംഗ് മൊത്തം നമ്മളെല്ലാവരും ഓരോ ഇതിലും തിരക്കായിരുന്നു. കാരണം ഈവനിങ് എല്ലാവരും സെറ്റ് സാരി അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ആയിരുന്നു അന്നത്തെ ഒരു തീം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ധാവണ ആയതുകൊണ്ട് തന്നെ ധാവണയുടെ ഷോളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യായിരുന്നു. അതുപോലെ മെഹന്തി ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. നമ്മളെല്ലാവരും എല്ലാവരുടെയും കയ്യിൽ നമ്മൾ മെഹന്തിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ #ടാഗ് ഇട്ടിട്ട് അച്ചുവിൻ്റെ കല്യാണം എന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും കയ്യിൽ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്തു പോയി. കാരണം റിസപ്ഷൻ്റെ ഡ്രസ്സ് ഓൾട്ടർ ചെയ്ത് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് വാങ്ങണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മളെല്ലാവരും കൂടിയാണ് പോയത്. തിരിച്ച് വന്ന വഴിക്ക് നമ്മുടെ വണ്ടിക്കൊരു പണി കിട്ടി. പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ അങ്ങ് പോന്നു. നമ്മൾ വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഒരുങ്ങുന്നൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. നമ്മൾ തന്നെയാണ് ഇവളെ റെഡിയാക്കിയത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും ഉണ്ടായില്ല. ആരതിയും അതുപോലെ തന്നെ അനുവും കൂടിയാണ് മൊത്തം റെഡിയാക്കിയത്. സാരി ഡ്രേപ്പിംഗ് ആൻഡ് ഹെയർ സെറ്റിംഗ് ബൈ ആരതിയും അതുപോലെ തന്നെ മേക്കപ്പ് അനുവാണ് ചെയ്തത്. ഗെയിം കളിച്ചോണ്ട് ഡേ കഴിഞ്ഞ ടൈമിൽ തന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പുടവ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയമൊക്കെ ആയപ്പോൾ അക്ഷയ്ക്ക് ചെറുതായിട്ട് ടെൻഷനൊക്കെ വന്നു തുടങ്ങി. പുടവ കൊടുക്കാൻ വേണ്ടി വന്ന ടൈമിലൊക്കെ അപ്പോൾ ഇങ്ങനെ ചോദിക്കും 3 പ്രാവശ്യം പുടവ കൊടുത്തോട്ടെ എന്ന്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പെൺകുട്ടി ഇങ്ങനെ പറയുകയും ചെയ്യും പുടവ വാങ്ങട്ടെ എന്ന് അങ്ങനെ ചോദിച്ചിട്ടാണ് കൊടുക്കലും വാങ്ങലും. എല്ലാ സ്ഥലത്തും ഈ ഒരു ചടങ്ങ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. ഈ ഒരു തട്ടത്തിൽ പെണ്ണിന് ഉടുക്കാനുള്ള സാരി അതുപോലെ തന്നെ മുല്ലപ്പൂ അങ്ങനെ എല്ലാം ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കും. A to Z എല്ലാ സാധനങ്ങളും കൊടുക്കും. ചെരുപ്പ്, പിന്നെ കൺമഷി, പൊട്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുവന്ന പെട്ടിയിലുണ്ടാവും. കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെങ്ങൾ ഇത് കൊണ്ടുവന്നിട്ട് കല്യാണ പെണ്ണിന് കൊടുക്കണേ. പെങ്ങളായിരിക്കും കൊടുക്കുക. പിന്നെ പുടവ കൊടുക്കാൻ വേണ്ടി വന്ന എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി കസിൻസും ഫ്രണ്ട്സ് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. ഹൽദിയുടെ ഡേയിലെ ഫുഡും ഇന്നത്തെ ദിവസത്തെ ഫുഡും അതുപോലെ തന്നെ കല്യാണത്തിന് അന്നത്തെ സദ്യ ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ഡാൻസ് പ്രോഗ്രാമായിരുന്നു. പാട്ട് വെക്കുക, തുള്ള, എല്ലാവരും കൂടി ഭയങ്കര വൈബായിരുന്നു. കാരണം എല്ലാ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ കുറേ പേരൊക്കെ അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അവസാനം എല്ലാവരും ഡാൻസ് കളിക്കാൻ ഇറങ്ങി. ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര വൈബ് പരിപാടിയായിരുന്നു. അമ്മൂമ്മയും അപ്പൂപ്പനും അങ്ങനെ എല്ലാവരും തന്നെ ഡാൻസ് കളിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.